വെരി ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ ചാപ്റ്ററിൻ്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കുറേ ടൈപ്പ് കോപ്പറേറ്റീവ്സ് ഉണ്ട്. ആ കോപ്പറേറ്റീവ്സിൻ്റെ ഓരോ ടൈപ്സിനെ കുറിച്ച് അല്ലേ, ഏതൊക്കെ ടൈപ്പ് കോപ്പറേറ്റീവ്സ് ആണുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ്സ് ആർ ഫോംഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്, ജനറലി ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ദേ ആർ പെർഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ. കോപ്പറേറ്റീവ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി അല്ലേ. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള കോപ്പറേറ്റീവ്സ് ഉണ്ട് അല്ലേ. ഓരോ കോപ്പറേറ്റീവ്സിൻ്റെ ഉദ്ദേശം എന്താണ്, ഓരോന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, കോപ്പറേറ്റീവ്സിൻ്റെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുറേ ടൈപ്പ് കോപ്പറേറ്റീവ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് കോപ്പറേറ്റീവ്സ് ആണുള്ളത്. ഒന്ന് പ്രൈമറിയും മറ്റൊന്ന് സെക്കൻഡറി കോപ്പറേറ്റീവ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആർ ദ കോപ്പറേറ്റീവ്സ് functioning among the common people and at villages. For different sections of people's different primary societies are formed at villages. Farmers societies, urban banks, marketing societies are examples അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രൈമറി കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത് ഒരു സാധാരണ ജനങ്ങൾക്കിടയിലാണ്. ഉദാഹരണത്തിന് ഗ്രാമങ്ങളിലാണ് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് പ്രൈമറി കോപ്പറേറ്റീവ്സ്. അപ്പോൾ അവിടെ നമുക്കറിയാം പലതരത്തിലുള്ള കോപ്പറേറ്റീവ്സ് ഉണ്ട് അല്ലെ. വില്ലേജേഴ്സിനിടയ്ക്കുള്ള പലതരത്തിലുള്ള കോപ്പറേറ്റീവ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഫാർമേഴ്സിൻ്റെ സൊസൈറ്റീസ് ഉണ്ട്, അർബൻ ബാങ്ക്സ് ഉണ്ട്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ പ്രൈമറി കോപ്പറേറ്റീവ്സ് ആണ്. ഇനി സെക്കൻഡറി കോപ്പറേറ്റീവ്സ് എന്താണെന്ന് നോക്കി നോക്കാം. Secondary cooperatives are at the district and state level. District level cooperatives are also called the district cooperatives. They are different types of cooperatives which control primary societies under them. District bank, secondary marketing societies are examples of this. അപ്പോൾ നമുക്കറിയാം സെക്കൻഡറി കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ്സ് ആണ് സെക്കൻഡറി കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇവരെ സാധാരണയായിട്ട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ സാധാരണയായിട്ട് ഈ പ്രൈമറി സൊസൈറ്റീസൊക്കെ ആരുടെ കീഴിലാണ് വരിക, ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് സെക്കൻഡറി കോപ്പറേറ്റീവ്സിന് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റുക ഡിസ്ട്രിക്ട് ബാങ്ക്സ്, സെക്കൻഡറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഒക്കെ സെക്കൻഡറി കോപ്പറേറ്റീവ്സിന് എക്സാമ്പിളാണ് അല്ലേ. അപ്പോൾ ഇതാണ് സെക്കൻഡറി കോപ്പറേറ്റീവ്സ്. നേരത്തെ നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദ സെക്കൻഡറി കോപ്പറേറ്റീവ്സ് വിച്ച് ഫങ്ഷൻസ് അറ്റ് സ്റ്റേറ്റ് ലെവൽ ഈസ് കോൾഡ് അപ്പെക്സ് സൊസൈറ്റീസ്. ദേ കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് അണ്ടർ ദം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിൻ്റെ നേരെ മുകളിലുള്ള, അതായത് ഏറ്റവും സ്റ്റേറ്റ് ലെവലിലെ ഏറ്റവും ഹയസ്റ്റ് ലെവലുള്ള, സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലുള്ള കോപ്പറേറ്റീവ്സ് ആണ് ശരിക്കും അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുക. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റീസ് ആണ് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ലെവലിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലുള്ള കോപ്പറേറ്റീവ്സ് ആണ്, അതായത് അപ്പെക്സ് സൊസൈറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി കോപ്പറേറ്റീവ്സിൽ പറയുന്നത്. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സെക്കൻഡറി കോപ്പറേറ്റീവ്സ് പറഞ്ഞു. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ, കോപ്പറേറ്റീവ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വർക്കിംഗ് സാധാരണയായിട്ട് 3 ടയർ സ്ട്രക്ചറായിട്ടാണ് അവരുടെ വർക്കിംഗ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വരിക എന്ന് വെച്ചാൽ 3 ടയർ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതായത് ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ്സ് ഹാവ് ഡിഫറെൻറ്റ് പ്രൈമറി, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെൻസ് ദിസ് ഫോം the 3-tier institution in the state which forms a federal type structure അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ്സ് പ്രൈമറി ലെവല്, ഡിസ്ട്രിക്ട് ലെവൽ അതുപോലെ തന്നെ അപ്പെക്സ് ലെവലിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂന്ന് ഫോമിലും ഒരു 3-ടയർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ശരിക്കും എൻ്റയർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഫെഡറൽ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് ഈ കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നത്. അതിനാണ് നമ്മൾ 3-ടയർ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈമറി ലെവല്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അല്ലേ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ സൊസൈറ്റീസ് ദേ മേ ബി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ കോപ്പറേറ്റീവ്സിൻ്റെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് പ്രൈമറി, സെക്കൻഡറി അതുപോലെ തന്നെ അപ്പെക്സ് ലെവൽ പറഞ്ഞത് അല്ലേ, അല്ലെങ്കിൽ പ്രൈമറി, ഡിസ്ട്രിക്ട് ലെവൽ, അതിന് സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ്
ഫംഗ്ഷൻ അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫംഗ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നമ്മൾ രണ്ട് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റീസും ഒന്നെന്താണ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്.